നമസ്കാരം. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയചിത്രമായിട്ട് മാറുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. ഒരു സിനിമ വിജയിച്ചു എന്നത് നമ്മളെന്തിനാണ് ശ്രദ്ധിക്കുന്നതെന്ന് നിങ്ങളിൽ ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. ഇത് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം രാഷ്ട്രീയക്കാരെ പോലെ സിനിമാക്കാരും എങ്ങനെയൊക്കെയാണ് സാധാരണ ഇനത്തെ കബളിപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് മറികടന്നെന്നോ ഉടനെ മറികടക്കുമെന്നോ ഒക്കെയാണ് വാർത്തകളിലുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം മാറും എന്ന് മാധ്യമങ്ങൾ നമ്മളോട് പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ, നമ്മുടെ അറിവിൽ മലയാള സിനിമയിൽ 200 കോടി കളക്ട് ചെയ്ത ആദ്യത്തെ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. അതിനു മുമ്പ് ഒരു സിനിമയും 200 കോടി തൊട്ടിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്ന സിനിമ എമ്പുരാനാണെന്നാണ് വാർത്തകളിലുള്ളത്. എന്നാൽ ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു സിനിമ 200 കോടി രൂപ കളക്ട് ചെയ്തതായിട്ട് അവകാശവാദം ഉന്നയിച്ചിരുന്നു. അങ്ങനെ അവർ പോസ്റ്റർ വരെ ഇറക്കിയിരുന്നു. എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. ഞാൻ പത്രങ്ങളിൽ വായിച്ചതാണ് 200 കോടിയും കടന്ന് മുന്നോട്ടെന്ന്. സിനിമ ഏതാണ്? എമ്പുരാൻ്റെ 1-ാം ഭാഗമായിരുന്ന ലൂസിഫർ 200 കോടി നേടി എന്നതിൻ്റെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന ഒരു റിപ്പോർട്ടാണിത്. ഹിന്ദുസ്ഥാൻ ടൈംസ് ഈ വിവരം അറിയുന്നത് മലയാള മനോരമ വായിച്ചിട്ടാണ്. മലയാള മനോരമയ്ക്ക് ഈ വിവരം കൊടുത്തത് തീർച്ചയായിട്ടും ലൂസിഫറിൻ്റെ നിർമ്മാതാക്കളായിരിക്കും. എന്നാൽ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത, ലൂസിഫർ 127-128 കോടി രൂപ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്നും അത് 200 കോടി തൊട്ടിരുന്നില്ല എന്നുമാണ്. മലയാള സിനിമയിലെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത 10 ചിത്രങ്ങൾ എടുക്കുമ്പോൾ ലൂസിഫർ അതിൽ 5-6 സ്ഥാനത്താണ് വരുന്നത്. അതിനേക്കാൾ കളക്ട് ചെയ്ത് വേറെ പല സിനിമകളുണ്ട്. അത് 200 കോടി തൊട്ടിരുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ച അതേ ടീമിൻ്റെ സിനിമയാണ് ഇപ്പോൾ എമ്പുരാൻ എന്ന പേരിൽ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെയും കളക്ഷൻ അതുകൊണ്ട് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇനി അടുത്തത്, ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ എമ്പുരാൻ തോൽപ്പിക്കും എന്ന തരത്തിലുള്ള ചില വാർത്തകളാണ്. എമ്പുരാൻ തലകുത്തി നിന്നാൽ പോലും മഞ്ഞുമ്മൽ ബോയ്സിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം വളരെ ലളിതമാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാണ ചെലവ് 18 കോടിയാണെന്നും അല്ല 22 കോടിയാണെന്നും പറയുന്നുണ്ട്. നമുക്കൊരു 20 കോടിയിലങ്ങ് ഉറപ്പിക്കാം. 20 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ആ സിനിമ 240 കോടി കളക്ട് ചെയ്തു എന്നാണ് വാർത്തകളിലുള്ളത്. 240 കോടി ആ സിനിമ കളക്ട് ചെയ്തു എങ്കിൽ അതുണ്ടാക്കിയിരിക്കുന്ന ബിസിനസ് 12 ഇരട്ടിയാണ്. നിർമ്മാണ ചെലവിൻ്റെ 12 ഇരട്ടി ബിസിനസ്സാണ് മഞ്ഞുമ്മൽ ബോയ്സ് നേടിയിരിക്കുന്നത്. എന്നാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് 180 കോടിയാണെന്നാണ് വാർത്തകളിലുള്ളത്. അതിൽ തന്നെ മോഹൻലാലും പൃഥ്വിരാജും അവരുടെ പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നും പറയും. അവരുടെ പ്രതിഫലം എത്രയാകും നമുക്ക് അറിഞ്ഞുകൂടാ. 2 പേർക്കും കൂടി ഒരു 25 കോടി വക മാറ്റി വെച്ചാൽ തന്നെ നിർമ്മാണ ചെലവ് 200 കോടി കടക്കും. 200 കോടി നിർമ്മാണ ചെലവുള്ള ഒരു സിനിമ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ, അതായത് അതിൻ്റെ നിർമ്മാണ ചെലവെങ്കിലും തിരികെ പിടിക്കണമെങ്കിൽ 400 കോടിയെങ്കിലും കളക്ട് ചെയ്തെങ്കിലേ പറ്റൂ. 400 കോടി കളക്ട് ചെയ്യുന്ന ഒരു സിനിമയുടെ മൊത്തം കളക്ഷനിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടറുടെ ഷെയർ, സർക്കാരുകൾക്ക് കൊടുക്കാനുള്ള ടാക്സ്, അതുപോലെ തന്നെ തിയേറ്ററുകാരുടെ ഷെയർ, ഇതെല്ലാം പോകും. ഇതെല്ലാം പോയിട്ട് ബാക്കി കിട്ടുന്ന പണം മാത്രമാണ് നിർമ്മാതാവിന് കിട്ടുക. അപ്പോൾ എമ്പുരാന് നിർമ്മാണ ചെലവ് തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷൻ കുറഞ്ഞത് 400 കോടി രൂപയെങ്കിലും ആകണം. അതിന് പുറമെ അവർക്ക് സാറ്റലൈറ്റ് റൈറ്റോ മറ്റോ കിട്ടുന്നുണ്ടെങ്കിൽ അത് വേറെ. പക്ഷേ ഈ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സിനെ തോൽപ്പിക്കേണ്ട ഒരു നിലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ 400 കോടി കിട്ടിയത് കൊണ്ടും കാര്യമില്ല. അതായത് 400-500 കോടി നേടിയാൽ പോലും എമ്പുരാന് മഞ്ഞുമ്മൽ ബോയ്സിനെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം മഞ്ഞുമ്മൽ ബോയ്സ് നേടിയ ബിസിനസ് എന്ന് പറയുന്നത് 12 മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ 200 കോടി മുടക്കുമുതലിൽ പിടിച്ച എമ്പുരാൻ എത്ര കോടി നേടിയാൽ മഞ്ഞുമ്മൽ ബോയ്സിനൊപ്പം എത്തും? കഴിഞ്ഞ കൊല്ലം ഇറങ്ങി ഏറ്റവും വലിയ കളക്ഷൻ നേടിയ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ നേടിയാൽ പോലും എമ്പുരാന് മഞ്ഞുമ്മൽ ബോയ്സിനെ തോൽപ്പിക്കാൻ പറ്റില്ല. 2300 മുതൽ 2400 കോടി രൂപ വരെ കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ബിസിനസ്സിനെ തകർക്കാൻ എമ്പുരാന് സാധിക്കൂ. അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല, നിങ്ങൾക്കറിയാം. 400 കോടിയെങ്കിലും ഈ സിനിമ നേടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിലൊക്കെ ഉപരി മഞ്ഞുമ്മൽ ബോയ്സ് യാതൊരു ഹൈപ്പും ഇല്ലാതെ വന്ന ഒരു സാധാരണ സിനിമയായിരുന്നു. ആ സിനിമയുടെ ക്വാളിറ്റി കൊണ്ടാണ് അത് വിജയിച്ചത്.
എന്നാൽ എമ്പുരാൻ വരുന്നതിന് മുമ്പ് തന്നെ അത് മീഡിയയിലൂടെ വളരെ ഹൈപ്പ് നൽകി റിലീസായ ഒരു ചിത്രമാണ്. റിലീസായി അതിനെക്കുറിച്ച് മോശം റിവ്യൂസ് പല പത്രങ്ങളിലും വന്നപ്പോൾ അതിനെ മറികടക്കാനായിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വിവാദമാണ് നമ്മളൊക്കെ ഈ അടുത്ത സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ യഥാർത്ഥത്തിൽ RSSകാരെന്ന് പറയുന്നവരോ അല്ലെങ്കിൽ BJPക്കാരെന്ന് പറയുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ സഹായിക്കുകയായിരുന്നു. അവർക്ക് ഇവരോട് താല്പര്യമുള്ളവരാണ്, തീർച്ചയായിട്ടും അവരവരെ സഹായിക്കും. അങ്ങനെ സഹായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എത്രയേറെ പണം മുടക്കി പിടിച്ച ഒരു സിനിമയാണ്. ഞാനിപ്പോൾ ഒരു ക്യാമറ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിസ്സാരമായ കാര്യമാണ്. പക്ഷേ ഒരു സിനിമ നിർമ്മിച്ച് അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് അധ്വാനം അതിൻ്റെ പിന്നാലുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനമുണ്ട്. അപ്പോൾ സിനിമകളെല്ലാം വിജയിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരിക്കലും സിനിമാക്കാർ സിനിമ കാണാൻ പോകുന്ന സാധാരണക്കാരെ വിഡ്ഢികളായിട്ട് കരുതാൻ പാടില്ല. അന്ന് ലൂസിഫർ 200 കോടി നേടി എന്ന് പൃഥ്വിരാജ് സംഘവും പറഞ്ഞെങ്കിൽ ഇപ്പോൾ എമ്പുരാൻ 240 250 കോടി നേടി എന്നവർ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അവകാശവാദം സംശയത്തോടെ മാത്രമേ നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു സിനിമയുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അത് കാണുന്ന ആസ്വാദകർക്കുണ്ടാവുന്ന ഒരു തൃപ്തിയാണ്. അവരാ സിനിമ എത്ര കണ്ട് മനസ്സിൽ സ്വീകരിക്കുന്നു, എത്ര കണ്ട് ആ സിനിമ അവർ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ആ സിനിമ കൊമേഴ്സ്യലായിട്ടുള്ളൊരു വിജയമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുടക്കുമുതലിൻ്റെ എത്ര മടങ്ങ് അതിന് തിരിച്ചു പിടിക്കാനായി എന്നതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. 200 കോടി മുടക്കിയിട്ട് 250 കോടി നേടിക്കഴിഞ്ഞാൽ ആ സിനിമ അപ്പോഴും ഫ്ലോപ്പാണ്. 200 കോടി മുടക്കി ആ സിനിമ 300 കോടി നേടിയാലും ശരി, അപ്പോഴും ആ സിനിമ ഫ്ലോപ്പാണ്. 200 കോടി മുടക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ 400 കോടിയെങ്കിലും നേടിയെങ്കിൽ മാത്രമേ ആ സിനിമ ബ്രേക്ക് ഈവൻ ആവുകയുള്ളൂ. അങ്ങനെ ആയാൽ പോലും ആ സിനിമ ഹിറ്റല്ല. ആ സിനിമ ജസ്റ്റ് മുടക്കുമുതൽ തിരിച്ചു പിടിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എമ്പുരാൻ്റെ അണിയറക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോസ്റ്ററുകൾ തയ്യാറാക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർത്തിരിക്കണം. താങ്ക് യു.